നിമ്മി കണ്ണു തുറന്ന് ചുറ്റും നോക്കി. താൻ എവിടെയാണെന്നോ തനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നോ അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. തൊണ്ടയും ചൊടിയും ഉണങ്ങി വരളുന്നതായും കൺപോളകൾക്ക് കനം കൂടുന്നതായും നിമ്മിക്ക് തോന്നി. താൻ ഇനിയും മരിച്ചിട്ടില്ലെന്ന സത്യം അവളെ കൂടുതൽ അമ്പരപ്പിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് വീണ്ടും തുറന്നു. താൻ കട്ടിലിലാണ് കിടക്കുന്നതെന്ന് നിമ്മി അറിഞ്ഞു. കുറച്ചകലെ ഒരു മേശപ്പുറത്ത് കത്തി നിൽക്കുന്ന മെഴുകുതിരിയിൽ അവളുടെ നോട്ടം പതിഞ്ഞു. സാവധാനം എഴുന്നേൽക്കാനായി അവൾ കട്ടിലിൽ കൈകുത്തി ഒന്നാഞ്ഞു. ആ അമ്മേ! വേദന കൊണ്ട് പുളഞ്ഞ അവൾ കട്ടിലിലേക്ക് തന്നെ അമർന്നു. തൻ്റെ വലതുകാലം നഷ്ടപ്പെട്ടു വന്ന സംശയത്തോടെ അവൾ കൈകൊണ്ട് തടവി നോക്കി. കാല് യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. എങ്കിലും ആ കാല് ഒന്നനക്കാൻ നിമ്മിക്ക് കഴിഞ്ഞില്ല. തൊണ്ടയും ചൊടിയും കൂടുതൽ വരളുന്നതായും നാക്ക് ഇറങ്ങിപ്പോകുന്നതായും അവൾക്ക് തോന്നി. വെള്ളം. നിമ്മി ഞരങ്ങി. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്നും അവളെ രക്ഷിച്ച് അവിടെ എത്തിച്ച മനുഷ്യൻ കടന്നു വന്നു. അയാളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ടായിരുന്നു. അവളുടെ തല പിടിച്ചുയർത്തി അല്പാൽപമായി ഒഴിച്ചു കൊടുത്തു. വെള്ളം മുഴുവൻ അകത്തു ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. നന്ദിപൂർവ്വം അവൾ അയാളെ നോക്കി. അയാളത് കാര്യമാക്കുന്നില്ലെന്ന ഭാവത്തിൽ നിമ്മിയെ കട്ടിലിൽ കിടത്തിയിട്ട് ഗ്ലാസുമായി അടുത്ത മുറിയിലേക്ക് പോയി. ഈ മനുഷ്യൻ ആരാണ്? കാലിലെ വേദന മറക്കാൻ വേണ്ടി നിമ്മി അത് തന്നെ ആലോചിച്ചു കൊണ്ട് കിടന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു വഴിയാത്രയിൽ വെച്ച് പോലും അങ്ങനെയൊരു രൂപം കണ്ടതായി ഓർക്കുന്നില്ല. അയാൾ എവിടെ നിന്നായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവന്നത്? പലതും ആലോചിച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ അടുത്തേക്ക് വരുന്നതായി നിമ്മി കണ്ടു. വേദന മറച്ചുവെച്ച് ഒന്ന് മന്ദഹസിക്കാൻ അവൾ ശ്രമിച്ചു. അയാൾ മേശപ്പുറത്തു നിന്ന് ഒരു മെഴുകുതിരി ഇളക്കിയെടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഇപ്പോൾ വേദന എങ്ങനെയുണ്ട്? കുറവുണ്ടെന്ന് തോന്നുന്നു, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു. മുമ്പ് ബോധം കെട്ട് കിടന്നിരുന്നുകൊണ്ട് അപ്പോഴത്തെ വേദന അറിയില്ലല്ലോ. കൊള്ളാം, വേദനിക്കുമ്പോഴും തമാശ പറയാൻ അറിയാലോ. അയാൾ കൈത്തണ്ടയിൽ ഉരുക്കി വീണ മെഴുക് ഇളക്കിക്കളയുന്നതിൽ ശ്രദ്ധിച്ചു. എനിക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദി പറയാൻ വാക്കുകളില്ല. ഒന്ന് ചോദിക്കട്ടെ, താങ്കൾ ആരാണ്? ആ ചോദ്യം ഞാനാണ് ചോദിക്കേണ്ടത്. നീ ആരാണ്? എൻ്റെ പേര് നിമ്മി. അറിയാതെ കാലനങ്ങിയപ്പോൾ ഉണ്ടായ വേദന കടിച്ചമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒരു ലക്ഷാധിപതിയുടെ മകൾ. അദ്ദേഹം കൊല്ലുവാൻ വേണ്ടി അടച്ചിട്ടിരുന്ന ഒരു മനുഷ്യനെ ഞാൻ തുറന്നുവിട്ടു. പകരം പിതാവ് എന്നെ തന്നെ വെടിവെച്ചു വീഴ്ത്തി. ഇതാണ് എൻ്റെ ചുരുങ്ങിയ കഥ. എന്നാൽ വീടിൻ്റെ മുറ്റത്ത് വെടിയേറ്റ് വീണ ഞാൻ എങ്ങനെ ഇവിടെ വന്നുവെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. റെയിൽപാളത്തിൽ നിന്നെ വച്ചിട്ട് ഒരുത്തൻ കാവൽ നിൽക്കുന്നിടത്ത് വച്ചാണ് ഞാൻ നിന്നെ കണ്ടത്. കട്ടിലിൻ്റെ ക്രാസിയിൽ മെഴുകുതിരി വെച്ചിട്ട് അയാൾ തുടർന്നു. കൊലപാതകം ആത്മഹത്യയാക്കാനുള്ള പരിപാടിയാണെന്ന് കരുതി അവനെ ഒന്ന് പേടിപ്പിക്കാൻ ആലോചിക്കുമ്പോഴാണ് നീ മരിച്ചിട്ടില്ലെന്നറിഞ്ഞത്. അവൻ നിന്നെ പാളത്തിൽ നിന്ന് മാറ്റിക്കിടത്തി ശരീരം ഉപയോഗിക്കാനുള്ള ആരംഭത്തിൽ ഞാൻ ചാടി വീണു. അവനെ അടിച്ചു വീഴ്ത്തിയിട്ട് നിന്നെയും കൊണ്ടുപോന്നു. അവൻ കാഴ്ചയിൽ എങ്ങനെ? നിമ്മി പെട്ടെന്ന് ചോദിച്ചു. അയാൾ ആ മനുഷ്യൻ്റെ ഒരു ഏകദേശ വിവരണം കൊടുത്തു. അത് ഡാഡിയുടെ വിശ്വസ്തനായ ഗുണ്ടയാണ് ജയൻ. അവൻ എത്ര പെൺകുട്ടികളെ ഞെരിച്ചു കൊന്നിട്ടുണ്ടെന്നോ? ആട്ടെ, നിമ്മിയുടെ മുഴുവൻ കഥകളും കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വേദനയോ ബുദ്ധിമുട്ടോ തോന്നുന്നെങ്കിൽ ഇപ്പോൾ പറയണമെന്നില്ല. എൻ്റെ ഡാഡിയോടൊപ്പം കഴിഞ്ഞിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച മാനസികവും ശാരീരികവുമായ വേദനയുടെ മുമ്പിൽ ഇപ്പോഴത്തെ വേദന ഒന്നുമല്ല. നിമ്മിയിൽ നിന്നും ചൂടുള്ള ഒരു നിശ്വാസം ഉയർന്നു. എൻ്റെ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് താങ്കളുടെ പേര് അറിഞ്ഞാൽ കൊള്ളാം. എൻ്റെ പേരിന് ഇവിടെ പ്രസക്തിയൊന്നുമില്ല കുട്ടി. അയാൾ അവളുടെ മുഖത്തേക്കും പിന്നെ മച്ചിലേക്കും മാറി മാറി നോക്കി. ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മാറി മാറി തെളിയുന്നത് നിമ്മി കണ്ടു. ആ ചെറുപ്പക്കാരൻ വളരെയധികം മാനസികവ്യത അനുഭവിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു. ക്ഷമിക്കണം, ഞാൻ വെറുതെ ചോദിച്ചതാണ്. താങ്കൾ പേര് പറയണമെന്നില്ല, നിമ്മി പറഞ്ഞു. അയാൾ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾക്ക് കാന്തശക്തിയുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി. എൻ്റെ പേര് റെക്സ്. നിമ്മി കഥ പറയൂ. അവൾ പോൾ എന്ന ലക്ഷാധിപതിയായ തൻ്റെ പിതാവിൻ്റെയും അയാളുടെ ആത്മമിത്രമായ ഡോക്ടർ ശർമ്മയുടെയും കഥ വിശദീകരിച്ചു പറഞ്ഞു. ശർമ്മയും പോളും കൂടി നടത്തിയ കൊള്ളയും കൊലപാതകങ്ങളും അവർ ശങ്കറിനെ കെണിയിൽപ്പെടുത്തിയ നീചമായ മാർഗങ്ങളും വിവരിച്ചു. തൻ്റെ കൂട്ടുകാരിയും ഡോക്ടർ ശർമ്മയുടെ മക്കളുമായ സജിനിയെ സംബന്ധിച്ചും നിമ്മി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് റെക്സിൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടാകാതിരുന്നപ്പോൾ നിമ്മി അമ്പരന്നു. അവൾ അയാളെ മിഴിച്ചു നോക്കി. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും സത്യമല്ലെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തൻ്റെ സംശയം അവൾ തുറന്നു ചോദിച്ചു. അതിന് നിമ്മി പറഞ്ഞതൊന്നും അതിശയോക്തിയുള്ളതായി എനിക്ക് തോന്നിയില്ലല്ലോ. എന്നിട്ടും താങ്കൾ നിസ്സംഗനായിരിക്കുന്നത്? അവൾ അയാളെ തുറച്ചു നോക്കി. നിമ്മി ഓരോരുത്തർക്കും അവരുടെ കഥ മറ്റുള്ളവരുടേതിനേക്കാൾ വേദനാജനകമാണെന്ന് തോന്നും. നിമ്മിയുടെ കഥ നിസ്സാരമാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അയാൾ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്നവണ്ണം നിർത്തിക്കളഞ്ഞു. അയാൾ പറയാൻ മടിക്കുന്നത് എന്താണെങ്കിലും അത് കിള്ളിക്കിഴിച്ചു ചോദിക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് നിമ്മിക്ക് തോന്നി. അവൾ എഴുന്നേറ്റിരിക്കാനായി വീണ്ടും കാലു വലിച്ചു. അസഹ്യമായ വേദന കൊണ്ട് അവൾ പുളഞ്ഞുപോയി. എൻ്റെ വലതുകാല് പോയി ഇല്ലേ? കണ്ണുനീരിനിടയിലൂടെ റെക്സിനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഇല്ല കുട്ടി, കാല് അവിടെ തന്നെ ഉണ്ടല്ലോ. അയാൾ മന്ദഹസിച്ചുകൊണ്ട് കാലിന് നേർക്ക് വിരൽ ചൂണ്ടി.
അവിടെ തന്നെ ഉണ്ടെങ്കിലും നടക്കാൻ അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു. ആ വെടിയുണ്ട ഇപ്പോഴും തറഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അവളുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ മുത്തുമണികൾ പോലെ ചിതറി വീണു. അവയൊക്കെ ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുത്തു പെണ്ണേ. അയാൾ മേശപ്പുറത്ത് നിന്ന് ഒരു ബുള്ളറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. പിന്നെ വേശവലിപ്പ് തുറന്ന് ഒരു കടാരി എടുത്ത് അവളെ കാണിച്ചു. അടിയന്തര ആവശ്യത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ ഈ ആയുധം മതി. ഇപ്പോൾ കൂടുതലും വേദന തോന്നുന്നത് മാനസികമാണ്. റെക്സ് മേശയ്ക്കുള്ളിൽ നിന്ന് 2 ടാബ്ലറ്റ് എടുത്ത് നിമ്മിയുടെ കയ്യിൽ കൊടുത്തു. ഇത് രണ്ടും ഒന്നിച്ച് വിഴുങ്ങിക്കോളൂ. നേരെ വെളുക്കുമ്പോഴേക്കും വേദനയ്ക്ക് പറക്കും. ഇത്തിരി വെള്ളം. അയാളെ ബുദ്ധിമുട്ടിക്കുന്നതിലുള്ള വിഷമത്തോടെ അവൾ പറഞ്ഞു. അയാൾ പെട്ടെന്ന് അടുത്ത മുറിയിൽ ചെന്ന് ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഇത്രയും ചെറിയ ഗുളിക വിഴുങ്ങാൻ വെള്ളം കുടിക്കരുത് കുട്ടി. അവൾ ഒരു ചെറുചിരിയോടെ ഗുളിക വായിലിട്ട് വെള്ളം കുടിച്ചു. നിനക്ക് വിശക്കുന്നുണ്ടാവുമല്ലേ? പക്ഷേ ഈ രാത്രിയിൽ ഇനി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വിശപ്പൊന്നുമില്ല. നിമ്മി പറയുന്നത് സത്യമായിരുന്നു. ഇപ്പോഴവൾക്ക് വിശപ്പോ ദാഹമോ ഒന്നും തോന്നിയിരുന്നില്ല. അവളുടെ മനസ്സിൽ റെക്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വ്യഗ്രത മുറ്റി നിന്നിരുന്നു. പക്ഷേ താമല്ലെന്ന് ചോദിച്ചാൽ അയാൾക്ക് ഇഷ്ടപ്പെടാതെ വന്നെങ്കിലോ എന്ന് കരുതി നിമ്മി മൗനം ഭജിച്ചതേയുള്ളൂ. ഇനി എന്തു ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശ്യം? അല്പസമയമായി അവിടെ തങ്ങി നിന്നിരുന്ന നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് റെക്സ് ചോദിച്ചു. അതിന് ഏറെ സമയത്തേക്ക് നിമ്മിയിൽ നിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അവൾ എന്തോ ഗഹനമായി ആലോചിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അവൾ മുഖമുയർത്തി അയാളെ നോക്കി. എനിക്കൊരാളെ കൊല്ലണം. റെക്സ് മറുപടിയൊന്നും പറഞ്ഞില്ല. അയാളുടെ നിസ്സംഗത കണ്ടപ്പോൾ അവൾ വീണ്ടും അമ്പരന്നു. അതെ, ആരെയാണെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? നിൻ്റെ പിതാവിനെയല്ലാതെ മറ്റാരെയാണ് കൊല്ലുന്നത്? പിന്നെന്തിനു ചോദിക്കണം? അയാളുടെ മറുപടി അവളുടെ ഉത്തരം മുട്ടിച്ചു. ഈ മനുഷ്യൻ തൻ്റെ മനസ്സുപോലും പഠിച്ചിരിക്കുന്നുവെന്ന് ഓർത്തപ്പോൾ അഭിമാനം കൊണ്ടു. അതെ റെക്സ്, ആ മനുഷ്യനെ ഡാഡി എന്ന് വിളിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ആ ദുഃഖം തീരണമെങ്കിൽ എൻ്റെ കയ്യിൽ അയാളുടെ രക്തം പുരളണം. നിങ്ങൾക്കെന്നെ സഹായിക്കാമോ? ചോദ്യം മനസ്സിലായില്ലെന്ന ഭാവത്തിൽ റെക്സ് നിമ്മിയെ നോക്കി.